രേവതി നക്ഷത്രക്കാർ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും അശ്വമലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നാമത്തെ വയസ്സിൽ കഫാധിക്യം മൂലവും ഉദരവ്യാധി മൂലവും അസുഖങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ ഫലപ്രദമാക്കുകയും ബാലാരിഷ്ടതകൾ തീരാനുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. അഞ്ചാമത്തെ വയസ്സിൽ ഉഷ്ണവ്യാധികളായിട്ടുള്ള ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും മൂത്രാശയ രോഗങ്ങൾക്കും സാധ്യതയുള്ളത് കൊണ്ട് തക്കതായിട്ട് ചികിത്സകൾ ഫലപ്രദമാക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. ഏഴാമത്തെ വയസ്സിൽ വീഴ്ചകളോ അപകടങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് അല്പം വേഗത കുറച്ച് അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. 12ാമത്തെ വയസ്സിൽ ഫുഡ് പോയ്സണോ മറ്റെന്തെങ്കിലും വിഷാംശങ്ങൾ അകത്ത് ചെല്ലുക മൂലമോ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യത ഏറെയുള്ള സമയമായതുകൊണ്ട് ഭക്ഷണക്രമങ്ങളിലും എല്ലാത്തിലും ഒരു മിതത്വം സമയവും നിഷ്ഠയും എല്ലാം വേണ്ടത് അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. 20ാമത്തെ വയസ്സിൽ സ്ത്രീജനങ്ങളെ കൊണ്ട് ചില മനക്ലേശങ്ങൾ കടന്നുപോകാനുള്ള സാധ്യതകൾ കൂടുതലായ ഒരു സമയമായിട്ട് സൂചിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണം എന്നും സൂചിപ്പിക്കുന്നു. 25ാമത്തെ വയസ്സിൽ വിഷാംശങ്ങൾ വീണ്ടും ചെല്ലാൻ സാധ്യതയുള്ളത് കൊണ്ടും പുറമേ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കുന്നു. ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. 30ാമത്തെ വയസ്സിൽ നിയമ നടപടികൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലാത്ത പക്ഷം കോടതി വ്യവഹാരങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 42ാമത്തെ വയസ്സിൽ ചില വിശ്വാസവഞ്ചനകളോ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ നഷ്ടപ്പെടലോ മോഷണങ്ങൾ പോകലോ മൂലം ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുള്ളത് കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. പ്രത്യേകിച്ച് ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ടതുണ്ട്. 48ാമത്തെ വയസ്സിൽ ശ്വാസതടസ്സ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ളത് കൊണ്ട് തക്കതായിട്ട് ചികിത്സകൾ ഫലപ്രദമാക്കുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ആവശ്യമായിട്ടുള്ള സമയമായി സൂചിപ്പിക്കുന്നു. 51ാമത്തെ വയസ്സിൽ വയറുവേദന മൂലം ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണക്രമങ്ങളും വ്യായാമങ്ങളും ആവശ്യത്തിനുള്ള റെസ്റ്റും ആവശ്യമായിട്ടുള്ള ഘടകമാണ്. 60ാമത്തെ വയസ്സിൽ വാതസംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ നേരിടാൻ സാധ്യതയുള്ളത് കൊണ്ട് തക്കതായിട്ട് ചികിത്സകളും പോഷകാഹാരങ്ങളുടെ അഭാവം മൂലം വരുന്ന പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് ശ്രദ്ധയും കരുതലോടുകൂടി നീങ്ങേണ്ടതും ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാലഘട്ടങ്ങളായി സൂചിപ്പിക്കുന്നു. ഈ സന്ധികളെല്ലാം മാറിക്കിട്ടുന്ന പക്ഷം 86ാമത്തെ വയസ്സിൽ മീനമാസത്തിലെ പൂർവപക്ഷ നവമിയും ചൊവ്വാഴ്ചയും കൂടിയ ദിവസം ഉത്രാട നക്ഷത്രം ഉദിച്ച് 2 നാഴിക കഴിഞ്ഞാൽ ചില ആപത്തുകൾ ഉണ്ടാവുമെന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നു. ഇത്തരം അറിവുകളെല്ലാം എല്ലാ രേവതി നക്ഷത്രക്കാർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.